Hello everyone, I welcome you all to my class where learning becomes easy and interesting. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോകെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കാർബോഹൈഡ്രേറ്റ്സ് എന്താണെന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പൗണ്ട് ആണ്. ദേ ആർ കമ്പോസ്ഡ് ഓഫ് ദി എലമെന്റ്സ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ മെയിൻ കോമ്പസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ 3 എലമെന്റ്സ് ആണ്. ദേ ആർ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇനി കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന പേര് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന അർത്ഥത്തിൽ നിന്നുമാണ്. ഇനി കാർബോഹൈഡ്രേറ്റ്സിന്റെ ജനറൽ ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ CnH2ON. ഇനി കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡെഫിനിഷൻ കാണാം. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്, അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് ശേഷം ഈ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് തരുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ കമ്പോസ്ഡ് ഓഫ് ദി എലമെന്റ്സ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. Their name carbohydrate literally means hydrates of carbon. ഈ അവരുടെ ജനറൽ ഫോർമുല CnH2ON. കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞാൽ carbohydrates are polyhydroxy aldehydes or ketones of substances that yield such compounds on hydrolysis. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ കാണാം. കാർബോഹൈഡ്രേറ്റ്സിന്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ സാക്കറൈഡ്സ് ആണ്. സോ കാർബോഹൈഡ്രേറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് സാക്കറൈഡ്സ്. ഇനി കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ കാണാം. കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ മേജർ ആയിട്ട് 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദേ ആർ മോണോസാക്കറൈഡ്സ്, ഡൈസാക്കറൈഡ്സ്, ഒലിഗോസാക്കറൈഡ്സ് ആൻഡ് പോളിസാക്കറൈഡ്സ്. ഇനി ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ 4 ക്ലാസിഫിക്കേഷൻ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഷുഗർ യൂണിറ്റ്സ്. എത്രമാത്രം ഷുഗർ യൂണിറ്റ്സ് ഉണ്ടെന്ന ബേസിസിലാണ് ഈ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ മോണോസാക്കറൈഡ്സ്, ഡൈസാക്കറൈഡ്സ്, ഒലിഗോസാക്കറൈഡ്സ് ആൻഡ് പോളിസാക്കറൈഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി മോണോസാക്കറൈഡ്സ്, ഡൈസാക്കറൈഡ്സ് ആൻഡ് ഒലിഗോസാക്കറൈഡ്സ്, ഈ 3 ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഓർ സാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ സ്വീറ്റ് ടു ടേസ്റ്റ്, ക്രിസ്റ്റലൈൻ ഇൻ ക്യാരക്ടർ ആൻഡ് സോളബിൾ ഇൻ വാട്ടർ. ഈ 3 റീസൺസ് കാരണമാണ് നമ്മൾ ഈ 3 ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സിനെ ഷുഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു കാർബോഹൈഡ്രേറ്റ്സിന് മറ്റൊരു പേര് സാക്കറൈഡ്സ് എന്നായിരുന്നു. അപ്പോൾ സാക്കറൈഡ്സിന് മീനിങ് എന്താണ്? ഷുഗേഴ്സ്. ഇനി മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ് ആൻഡ് ഒലിഗോസാക്കറൈഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ സ്വീറ്റ് ടു ടേസ്റ്റ്, ക്രിസ്റ്റലൈൻ ഇൻ ക്യാരക്ടർ ആൻഡ് സോളബിൾ ഇൻ വാട്ടർ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഡൈജഷൻ? ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഡൈജഷൻ എന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഓഫ് ഫുഡ് സ്റ്റഫ്സിനെ സ്മോളർ ആൻഡ് പ്രിഫറബിളി വാട്ടർ സോളിബിൾ മോളിക്യൂൾസ് ആയിട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് നമ്മൾ ഈ ലാർജ് ആൻഡ് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസിനെ സ്മോൾ ആൻഡ് വാട്ടർ സോളിബിൾ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എങ്കിൽ മാത്രമേ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഈ ഫുഡ് മോളിക്യൂൾസിനെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ ഈസി ആയിട്ട് അബ്സോർബ് ആയാൽ മാത്രമേ നമ്മുടെ ബോഡി, അതായത് ഹ്യൂമൻ ബോഡിക്ക് അല്ലെങ്കിൽ എന്ത് ഓർഗാനിസത്തിനും അതിനെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ഡൈജഷന്റെ ഡെഫിനിഷൻ. So, digestion is a process involving the hydrolysis of large and complex organic molecules of foodstuffs into smaller and preferably water-soluble molecules which can be easily absorbed by the gastrointestinal tract for utilization by the organism. ഇനി നമുക്ക് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡയറ്ററി കാർബോഹൈഡ്രേറ്റ്സ് ഏതൊക്കെയാണെന്നും അവയുടെ എക്സാമ്പിൾസും നമുക്ക് കാണാം. ഫസ്റ്റ് 2 മേജർ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണുള്ളത്. ഒന്ന് പോളിസാക്കറൈഡും മറ്റൊന്ന് ഡൈസാക്കറൈഡും. പോളിസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചും ഗ്ലൈക്കോജനും ആണ്. ഡൈസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലാക്ടോസും സൂക്രോസും ആണ്. ഇനി അടുത്തത് മൈനർ ആയിട്ടുള്ള ഡയറ്ററി കാർബോഹൈഡ്രേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മോണോസാക്കറൈഡ്സ്. കാരണം ഇതിനകത്ത് 1 യൂണിറ്റ് ഓഫ് ഗ്ലൂക്കോസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് മൈനർ ആയിട്ടുള്ള ഡയറ്ററി കാർബോഹൈഡ്രേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മോണോസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാണ്. ഇനി ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ചെറിയ പാർട്ട് മാത്രമേ നമ്മുടെ മൗത്തിൽ നടക്കുന്നുള്ളൂ. ബാക്കി മേജർ പാർട്ടും നടക്കുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിലാണ്.
ഈ പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത് ഒരു മേജർ ആയിട്ടുള്ള ഡയറ്ററി കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ പോളിസാക്കറൈഡ്സ് നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതും ആ ഹൈഡ്രോളിസിസ് പ്രോസസ്സ് കാരണമാണ് ലാർജ് ആയിട്ടുള്ള ഫുഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഫുഡ് സ്റ്റെപ്സ് സ്മോൾ ആയിട്ടുള്ള വാട്ടർ സോളിബിൾ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പോളിസാക്കറൈഡ്സ് ഹൈഡ്രേറ്റഡ് ആയിട്ട്, അതായത് ഹൈഡ്രോളിസിസ് പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ട് വാട്ടർ സോളിബിൾ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഹീറ്റിംഗ് പ്രോസസ്സ് മാത്രം അണ്ടർഗോ ചെയ്താലായിട്ട് മതി. ഹീറ്റിംഗ് മാത്രം അണ്ടർഗോ ചെയ്യുമ്പോൾ തന്നെ ഡൈജഷൻ ഇഫക്റ്റീവായിട്ട് നടക്കാനുള്ള അത്രയും സ്മോൾ മോളിക്യൂൾസ് ആയിട്ട് ഇത് കൺവേർട്ട് ആയി കഴിഞ്ഞിരിക്കും. സോ പോളിസാക്കറൈഡ്സ് ഗെറ്റ് ഹൈഡ്രേറ്റഡ് ഡ്യൂറിങ് ഹീറ്റിംഗ് മാത്രമേ ഈ പോളിസാക്കറൈഡ്സ് സ്മോൾ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ആവാനായിട്ട് ആവശ്യമുള്ളൂ, വിച്ച് ഇസ് എസെൻഷ്യൽ ഫോർ ദിയർ എഫിഷ്യൻറ്റ് ഡൈജഷൻ. Then the hydrolysis of glycosidic bonds is carried out by a group of enzymes called glycosidases. അപ്പോൾ ഹൈഡ്രോളിസിസ് ഓഫ് ഗ്ലൈക്കോസിഡിക് ബോൺസ്, ഈ കാർബോഹൈഡ്രേറ്റ്സിനകത്തുള്ള ഗ്ലൈക്കോസിഡിക് ബോൺസിൻ്റെ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ് റെസ്പോൺസിബിൾ. ആ എൻസൈംസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഗ്ലൈക്കോസിഡേസസ്. അപ്പോൾ ഇത്രയാണ് ഒരു ഇൻട്രോ പാർട്ട് ഡൈജഷനെ കുറിച്ച്. ഇനിയും നമ്മൾ ആക്ച്വൽ ഡൈജഷൻ നമ്മുടെ ഓരോ ബോഡി പാർട്സിലും നടക്കുന്നത് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്കറിയാം ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങുന്നത് മൗത്തിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡൈജഷൻ ഇൻ ദി മൗത്ത് ആണ്. Carbohydrates are the only nutrients for which the digestion begins in the mouth to a significant extent. അതായത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഏക ന്യൂട്രിയൻറ്റ് ഏതിൻ്റെ ഡൈജഷൻ മൗത്തിൽ തുടങ്ങുന്ന ഏക ന്യൂട്രിയൻറ്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് മാക്സിമം അത്യാവശ്യം മൗത്തിൽ തന്നെ ഡൈജഷൻ തീർന്നിട്ടുണ്ടാകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് മാസ്റ്റിക്കേഷൻ salivary alpha amylase acts on starch randomly and cleaves alpha 1 4 glycosidic bonds. അതായത് മാസ്റ്റിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ സമയത്ത്, മാസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ മൗത്തിലുള്ള സലൈവറി എൻസൈംസ് ദെൻ സലൈവ ഫുഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഫുഡിനെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡിനെ സ്മോൾ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് മാസ്റ്റിക്കേഷൻ നടക്കുന്ന സമയത്ത് സലൈവറി ആൽഫ അമിലേസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ സ്റ്റാർച്ച്, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നു. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ആ ഫുഡ് മോളിക്യൂൾസിലുള്ള ആൽഫ 1 4 ഗ്ലൈക്കോസിഡിക് ബോൺസിനെ ക്ലീവ് ചെയ്യുന്നു, അതായത് കട്ട് ചെയ്യുന്നു, അതായത് ബ്രേക്ക് ചെയ്യുന്നു, ആ ബോൺസിനെ ബ്രേക്ക് ചെയ്യുന്നു. The products formed include alpha limit dextrins containing about 8 glucose units with one or more alpha 1 6 glycosidic bonds, maltotriose and maltose. അപ്പോൾ ഇങ്ങനെ മാസ്റ്റിക്കേഷൻ്റെ സമയത്ത് നമ്മുടെ സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആൽഫ ലിമിറ്റ് ഡെക്സ്ട്രിൻസ്, മാൾട്ടോട്രയോസ് ആൻഡ് മാൾട്ടോസ്, ഈ 3 പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് എന്ത് എൻസൈമാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സലൈവറി ആൽഫ അമലേസ് ആണ് ഇവിടുത്തെ എൻസൈം ആക്ട് ചെയ്യുന്നത്. ഇനിയും മൗത്തിന് ഡൈജഷന് ശേഷം ഈ കാർബോഹൈഡ്രേറ്റ്സ് അടുത്ത താഴേക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിലേക്കാണ്. പക്ഷേ ഇവിടെ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റൊമക്കിൽ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. കാർബോഹൈഡ്രേറ്റ്സ് ആർ നോട്ട് ഡൈജസ്റ്റഡ് ഇൻ ദ സ്റ്റൊമക്ക്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിലെ ഹൈ ആസിഡിറ്റി, അതായത് ലോ പി എച്ച്, ഹൈ ആസിഡിറ്റി അല്ലെങ്കിൽ ലോ പി എച്ച് ഓഫ് ദ സ്റ്റൊമക്ക് കാരണം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫസ്റ്റ് മൗത്തിൽ നടന്ന ഡൈജഷന് ശേഷം സ്റ്റൊമക്കിലേക്ക് വന്നു കഴിയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡൈജഷൻ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഹൈ അസിഡിറ്റി അല്ലെങ്കിൽ ലോ പി എച്ച് കാരണം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡീഗ്രഡേഷൻ ഓഫ് സ്റ്റാർച്ച് ഇസ് സ്റ്റോപ്ഡ്, അതായത് ഒരു ടെമ്പററി ആയിട്ട് സ്റ്റൊമക്കിൽ നടക്കാൻ പോകുന്ന കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡൈജഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഫുഡ് സ്റ്റൊമക്കിനെ ക്രോസ് ചെയ്തിട്ട്, അതായത് മൗത്തിൽ എങ്ങനെയാണോ അത് ബ്രേക്കായി സ്മോൾ മോളിക്യൂൾസ് ആയത് അതേ രീതിയിൽ മറ്റൊരു ചേഞ്ചും വരാതെ സ്റ്റൊമക്കിലൂടെ പാസ്സായി സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് വരാൻ പോവുകയാണ്. സോ ദ നെക്സ്റ്റ് ഇസ് ഡൈജഷൻ ഇൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഡൈജഷൻ ഇൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് അടുത്തത്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റൊമക്കിൽ നിന്ന് പാസ് ചെയ്ത് ഇൻറ്റസ്റ്റൈനിലേക്ക് വരുമ്പോൾ ആ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് ആസിഡിക് ആയിട്ടുള്ള ഡയറ്ററി കണ്ടൻസുമായിട്ടാണ് ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്നത്. പക്ഷേ ഇൻറ്റസ്റ്റൈനിൽ വന്നതിന് ശേഷം ഓൺ റീച്ചിങ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമ്മുടെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ബൈകാർബണേറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഈ ആസിഡിക് ഡയറ്ററി കണ്ടൻസ് ഓഫ് ദ സ്റ്റൊമക്കിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു, അതായത് ഇല്ലാതെ ആക്കുന്നു. ഇനിയും നമ്മുടെ പാൻക്രിയാറ്റിക് ആൽഫ അമിലേസ് ആക്ട്സ് ഓൺ സ്റ്റാർച്ച് ആൻഡ് കണ്ടിന്യൂസ് ദ ഡൈജഷൻ പ്രോസസ്. ഇനി നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പാൻക്രിയാസിൽ ഉണ്ടായിരിക്കുന്ന പാൻക്രിയാറ്റിക് ആൽഫ അമിലേസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ സ്റ്റാർച്ച്, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നു. എന്നിട്ട് ഡൈജഷൻ പ്രോസസ്സ് ഇൻറ്റസ്റ്റൈനിൽ കണ്ടിന്യൂ ആകാനായിട്ട് പോവുകയാണ്.
Amylase specifically acts on alpha 1,4 glycosidic bonds and not on alpha 1,6 bonds. അപ്പോൾ ഈ അമലേസ് എന്ന് പറയുന്ന എൻസൈം ആക്ട് ചെയ്യാൻ പോകുന്നത് ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോൺസിന്റെ മേളിലാണ് ആൻഡ് നോട്ട് ഓൺ ആൽഫ 1,6 ബോൺസ്. ദി റിസൾട്ടന്റ് പ്രോഡക്ട്സ് ആർ ഡൈസാക്കറൈഡ്സ് ആൻഡ് ഒലിഗോസാക്കറൈഡ്സ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്ന ഡൈജഷന് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഡൈസാക്കറൈഡ്സ് ലൈക്ക് മാൾട്ടോസ് ആൻഡ് ഐസോമാൾട്ടോസ് ആൻഡ് ഒലിഗോസാക്കറൈഡ്സ്. അപ്പോൾ രണ്ട് റിസൾട്ടന്റ് പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് ഡൈസാക്കറൈഡും മറ്റൊന്ന് ഒലിഗോസാക്കറൈഡ്സ്. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഫൈനൽ ആയിട്ടുള്ള ഡൈജഷൻ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എവിടെയാണ്? മ്യൂക്കോസൽ ലൈനിങ്, അതായത് മ്യൂക്കോസൽ ലൈനിങ് ഓഫ് ദി അപ്പർ ജജനം. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അപ്പർ ജജനത്തിൻ്റെ മ്യൂക്കോസൽ ലൈനിങ്ങിൽ വെച്ചിട്ട് ഫൈനൽ ഡൈജഷൻ ഓഫ് നമുക്ക് മുമ്പേ കിട്ടിയിരുന്ന ലാസ്റ്റ് പ്രോഡക്ട്സ് ആയിട്ടുള്ള ഡൈസാക്കറൈഡ്സ് ആൻഡ് ഒലിഗോസാക്കറൈഡ്സ് ടു മോണോസാക്കറൈഡ്സ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫേസ് ഓഫ് ഡൈജഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സംഭവിക്കാൻ പോകുന്നത് എവിടെയാണ്? മ്യൂക്കോസൽ ലൈനിങ് ഓഫ് ദി അപ്പർ ജജനത്തിലാണ്. അവിടെ എന്താണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത്? കൺവേർഷൻ ഓഫ് ഡൈ ആൻഡ് ഒലിഗോസാക്കറൈഡ്സ് ടു മോണോസാക്കറൈഡ്സ്. അപ്പോൾ ഇതിന് സഹായിക്കുന്ന ആരാണ്? ഒലിഗോസാക്കറൈഡ്സ് ആൻഡ് ഡൈസാക്കറൈഡ്സ് തന്നെയാണ്. ഇനി ഈ ഒരു ഡയഗ്രാം പിക്ടോറിക് റെപ്രസെൻറ്റേഷൻ നിങ്ങൾ നോക്കുക. ഇത്രയും പറഞ്ഞ ഡൈജഷൻ ഇൻ മൗത്ത്, സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈന് സെയിം എക്സ്പ്ലനേഷൻ ആണ് ഈ പിക്ടോറിക് റെപ്രസെൻറ്റേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഏതർ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം ഓർ എൽസ് ഈ ഒരു പിക്ടോറിക് റെപ്രസെൻറ്റേഷൻ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഇതേപോലെ നിങ്ങൾ എക്സാമിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ മാർക്സ് നിങ്ങൾ എഴുതി തിയറി ആയിട്ട് എഴുതിയിരുന്നെങ്കിൽ എത്ര മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നോ അത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം മാത്രം റെപ്രസെൻറ്റ് ചെയ്താലും കിട്ടുന്നതായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് ഓർത്ത് നോക്കാം. ലാസ്റ്റ് ആയിട്ട് ഡൈജഷനിൽ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്തായിരുന്നു? മോണോസാക്കറൈഡ്സ് ആയിരുന്നു. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് മോണോസാക്കറൈഡ്സ് ആണ്. അപ്പോൾ ഇനി എന്താണെന്ന് നോക്കാം. The principal monosaccharides produced by the digestion of carbohydrates are glucose, fructose and galactose. നമുക്ക് ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സിന് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്ന ലാസ്റ്റ് ആയിട്ടുള്ള മോണോസാക്കറൈഡ്സ്, പ്രിൻസിപ്പൽ മോണോസാക്കറൈഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗലാക്ടോസ് ആണ്. ഇതിൽ നിന്നും ഗ്ലൂക്കോസ് നിയർലി 80% ഓഫ് ദ ടോട്ടൽ മോണോസാക്കറൈഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് മോണോസാക്കറൈഡ്സ് നമുക്ക് ഡൈജഷന് ശേഷം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡൈജഷന് ശേഷം നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മോണോസാക്കറൈഡ്സ് ആണ്. അപ്പോൾ മോണോസാക്കറൈഡ്സ് 3 എണ്ണമാണ്. ഒന്ന് ഗ്ലൂക്കോസ്, മറ്റൊന്ന് ഫ്രക്ടോസ്, മറ്റൊന്ന് ഗലാക്ടോസ്. ഈ 3 എണ്ണത്തിലും 80% ടോട്ടലുള്ള മോണോസാക്കറൈഡ്സിൽ തന്നെ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൂക്കോസിൻ്റെ ആണ്. അതായത് നിയർലി 80% ഓഫ് ദ ടോട്ടൽ മോണോസാക്കറൈഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഈ ഗ്ലൂക്കോസ് ആണ്. അതോർത്തോണം. ഇനി ദി അബ്സോർപ്ഷൻ ഓഫ് ഷുഗേഴ്സ് മോസ്റ്റ്ലി ടേക്സ് പ്ലേസ് ഇൻ ദ ഡ്യൂോഡനം ആൻഡ് അപ്പർ ജിജനം ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അബ്സോർപ്ഷൻ എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഡ്യൂോഡനം ആൻഡ് അപ്പർ ജിജനം ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് അബ്സോർപ്ഷൻ ഓഫ് മോണോസാക്കറൈഡ്സ് നടക്കുന്നത്? മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഷുഗേഴ്സ് തന്നെ. അപ്പോൾ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡ്യൂോഡനം ആൻഡ് അപ്പർ ജിജനം ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇനി ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ഹെക്സോസസ് ആർ മോർ റാപ്പിഡ്ലി അബ്സോർബ്ഡ് ദാൻ പെൻറ്റോസസ്. അതായത് 6 കാർബൺ യൂണിറ്റ്സ് ഉള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്ററായിട്ട് അബ്സോർബ് ചെയ്യുന്നത് പെൻറ്റോസസിനെക്കാട്ടിലും. അതായത് 5 കാർബൺ യൂണിറ്റ്സ് ഉള്ള പെൻറ്റോസസിനെക്കാട്ടിലും 6 കാർബൺ യൂണിറ്റ്സ് ഉള്ള ഹെക്സോസസ് ആണ് റാപ്പിഡായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി ഈ മോണോസാക്കറൈഡ്സ് നമ്മൾ ഗ്ലൂക്കോസ്, ഗലാക്ടോസ്, ഫ്രക്ടോസ് എന്ന് 3 എണ്ണം പഠിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന് ശേഷം സെക്കൻഡ് ആയിട്ട് എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ഗലാക്ടോസ് ആണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ആണ് ഫ്രക്ടോസ് പറയുന്നത്. ഇനി ഇൻസുലിൻ ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദി അബ്സോർപ്ഷൻ ഓഫ് ഷുഗേഴ്സിൻ്റെ അബ്സോർപ്ഷനിൽ ഇൻസുലിന് ഒരു പ്രത്യേകതരം റോളും ഇല്ല. ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെക്കാനിസം ഓഫ് അബ്സോർപ്ഷൻ, അതായത് ഈ അബ്സോർപ്ഷൻ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മെക്കാനിസം ഓഫ് അബ്സോർപ്ഷൻ നമുക്ക് കാണാം. ഡിഫറെൻറ്റ് ഷുഗേഴ്സ് പോസസ് ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഫോർ ദർ അബ്സോർപ്ഷൻ. അതായത് നമ്മൾ മോണോസാക്കറൈഡ്സ് 3 എണ്ണം പറഞ്ഞായിരുന്നു, ലൈക്ക് ഗ്ലൂക്കോസ്, ഗലാക്ടോസ്, ഫ്രക്ടോസ് ഇങ്ങനെ. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഷുഗറിനും ഓരോ അതായത് മെക്കാനിസംസ് ഓഫ് അബ്സോർപ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. പലതരം അബ്സോർപ്ഷൻ്റെ മെക്കാനിസംസ് ആയിരിക്കും ഉള്ളത്. ഇനി ഗ്ലൂക്കോസിൻ്റെ മെക്കാനിസം എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസൽ സെൽസ് ബൈ എ കാരിയർ മീഡിയേറ്റർ ആൻഡ് എനർജി റിക്വയറിംഗ് പ്രോസസ്. അപ്പോൾ അബ്സോർപ്ഷൻ ഗ്ലൂക്കോസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഇസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസൽ സെൽസ്. ഗ്ലൂക്കോസിനെ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസൽ സെൽസിലേക്ക് എത്തിക്കുന്നു. ആരാണ് എത്തിക്കുന്നത്? ഒരു കാരിയർ മീഡിയേറ്റഡ് ആൻഡ് എനർജി റിക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്.
Now we are going to move on to absorption of glucose. Glucose-ന്റെ absorption. അപ്പോൾ ഗ്ലൂക്കോസും സോഡിയം അയോൺസും ഷെയർ ദ സെയിം ട്രാൻസ്പോർട്ട് സിസ്റ്റം, അതായത് സിംപോർട്ട്. ഒരേ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഗ്ലൂക്കോസും സോഡിയം അയോൺസും ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു രണ്ടുപേരും പൊതുവെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് സോഡിയം ഡിപ്പെൻഡൻറ്റ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സോഡിയം ഡിപ്പെൻഡൻറ്റ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസും സോഡിയം അയോൺസും ഒരേ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഷെയർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സോഡിയം ഡിപ്പെൻഡൻറ്റ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ. ഇനി നമ്മുടെ സോഡിയത്തിൻ്റെ Na+ന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ വളരെ അധികമായിരിക്കും ആസ് കമ്പയർഡ് ടു ദ മ്യൂക്കോസൽ സെൽസ്. അപ്പോൾ മ്യൂക്കോസൽ സെൽസിലാണോ ഇൻറ്റസ്റ്റൈനൽ ലൂമനിലാണോ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ അധികം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻറ്റസ്റ്റൈനൽ ലൂമൻ. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ലൂമനിലാണ് സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ അധികമായിട്ട് ഉള്ളത്. Therefore moves into the cells along its concentration gradient and simultaneously glucose is transported into the intestinal cells. അതുകൊണ്ട് തന്നെ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ ഹയർ ആയിട്ടുള്ള ഇൻറ്റസ്റ്റൈനൽ ലൂമനിലോട്ട് തന്നെ നമ്മുടെ ഗ്ലൂക്കോസും ട്രാൻസ്പോർട്ടായി ക്യാരി ചെയ്ത് പോകപ്പെടുന്നു. കാരണം എന്താണ്? ഹൈ കോൺസെൻട്രേഷൻ ഇൻറ്റസ്റ്റൈനൽ ലൂമനിലാണ് ഉള്ളത്. ദിസ് ഇസ് മീഡിയേറ്റഡ് ബൈ ദ സെയിം കാരിയർ സിസ്റ്റം. നമ്മൾ ഓൾറെഡി ഒരു കാരിയർ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കാരിയർ സിസ്റ്റമാണ് നമ്മുടെ ഗ്ലൂക്കോസിനെ സോഡിയം അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ അധികമുള്ള ഇൻറ്റസ്റ്റൈനൽ ലൂമനിലേക്ക് എത്തിക്കുന്നത്. Thus, sodium diffuses into the cell and interacts glucose along with it. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സോഡിയവും നമ്മുടെ ഗ്ലൂക്കോസും ഒരുമിച്ച് ഡിഫ്യൂസ് ആവുന്നു. ദെൻ ഇറ്റ് ഡ്രാഗ്സ് ഗ്ലൂക്കോസ് അലോങ് വിത്ത് ഇറ്റ്. ഇനിയും അവർ രണ്ടുപേരോട് ഒരുമിച്ചായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനിയും ദ ഇൻറ്റസ്റ്റൈനൽ സോഡിയം ഗ്രേഡിയൻറ്റ് ഇസ് ദ ഇമീഡിയറ്റ് എനർജി സോഴ്സ് ഫോർ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഇമീഡിയറ്റ് എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനലിലെ സോഡിയം ഗ്രേഡിയൻ്റ് ആണ്. അതായത് ഈ ഗ്രാഫാണ്, ഈ ഒരു ഗ്രാഫാണ്. This energy is indirectly supplied by ATP since the re-entry of sodium into the intestinal lumen is an energy requiring active process. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ATP ആണ്. കാരണം എന്താണ്? ഇതൊരു എനർജി റിക്വയറിംഗ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ദ മെക്കാനിസം ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഗലാക്ടോസ് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതായിരുന്നു അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഇനി ഗലാക്ടോസിൻ്റെ അബ്സോർപ്ഷൻ എന്താണെന്ന് ചോദിക്കുവാണെങ്കിലും ഇത് തന്നെയാണ്. ഇൻസ്റ്റെഡ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗലാക്ടോസിൻ്റെ അബ്സോർപ്ഷൻ ആണ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഡയഗ്രത്തിൽ ഗ്ലൂക്കോസ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മെൻഷൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഗലാക്ടോസ് ആക്കിയാൽ മാത്രം മതി. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ പഠിച്ചു, പിന്നെ ഗലാക്ടോസിൻ്റെ അബ്സോർപ്ഷനും പഠിച്ചു കഴിഞ്ഞു. അടുത്തെന്ന് പറഞ്ഞാൽ ഫ്രക്ടോസിൻ്റെ അബ്സോർപ്ഷനാണ്. ഫ്രക്ടോസ് അബ്സോർപ്ഷൻ ഇസ് റിലേറ്റീവ്ലി സിമ്പിൾ. വളരെ സിമ്പിളാണ് ഫ്രക്ടോസിൻ്റെ അബ്സോർപ്ഷൻ. ഇതിന് പ്രത്യേകിച്ച് എനർജി ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി ആൻഡ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സോഡിയം ട്രാൻസ്പോർട്ട്. സോഡിയം ട്രാൻസ്പോർട്ടിനോട് ഇത് ഡിപ്പെൻഡൻറ്റ് അല്ല. Fructose is transported by facilitated diffusion mediated by a carrier. അപ്പോൾ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആരാണ്? മറ്റേതിനകത്ത് നമ്മളൊരു കാരിയർ സിസ്റ്റം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി ഫ്രക്ടോസിൻ്റെ കാരിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ മീഡിയേറ്റഡ് ആയിട്ടുള്ള കാരിയർ സിസ്റ്റമാണ്. ഇനി ഇൻസൈഡ് ദ എപ്പിത്തീലിയൽ സെൽസ് മോസ്റ്റ് ഓഫ് ദ ഫ്രക്ടോസ് ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. ദ ലാറ്റർ ദെൻ എൻറ്റേഴ്സ് ദി സർക്കുലേഷൻ. അതായത് അപ്പോൾ ഫ്രക്ടോസിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഫ്രക്ടോസിൻ്റെ കൺവേർഷൻ ഇൻ ടു ഗ്ലൂക്കോസ് എവിടെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എപ്പിത്തീലിയൽ സെൽസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിനുശേഷമാണ്, അപ്പോൾ ഈ ഒരു കൺവേർഷൻ ശേഷം ഫ്രക്ടോസ് ഗ്ലൂക്കോസ് ആയതിനു ശേഷം ഗ്ലൂക്കോസ് സർക്കുലേഷൻ സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നു. പെൻറ്റോസസ് ആർ അബ്സോർബ്ഡ് ബൈ എ പ്രോസസ് ഓഫ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഇനി പെൻറ്റോസസ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത് പറഞ്ഞാൽ അതായത് 5 കാർബൺ യൂണിറ്റ്സ് ഉള്ള കാർബോഹൈഡ്രേറ്റ്സ് എങ്ങനെയാണ് എന്ത് മെത്തേഡ് വെച്ചിട്ടാണ് അബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡിഫ്യൂഷൻ, അതായത് ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴിയാണ് പെൻറ്റോസസിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അബ്സോർപ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആണ്. ആദ്യം നമുക്ക് മെറ്റബോളിസം എന്താണെന്ന് നോക്കാം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ മെറ്റബോളിസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മെറ്റബോളിസം ഇസ് ഡിഫൈൻഡ് ആസ് ബയോകെമിക്കൽ ചേഞ്ചസ്, അതായത് കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് ഒക്കറിങ് ഇൻ ദ ലിവിങ് സിസ്റ്റം വിച്ച് ഫെസിലിറ്റേറ്റ് എനർജി ചേഞ്ചസ് ഓർ ട്രാൻസ്ഫർ ഓഫ് ബയോമോളിക്യൂൾസ്. അപ്പോൾ ബയോമോളിക്യൂൾസിൻ്റെ ട്രാൻസ്ഫറിന് അഥവാ എനർജി ചേഞ്ചസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഓർ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ബയോകെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ദ ലിവിങ് സിസ്റ്റം, അതിനെയാണ് നമ്മൾ മെറ്റബോളിസം അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നു. ഇനി കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്താണെന്ന് നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ മൊത്തം 6
പാത്വേസ് ആണ് നമുക്കുള്ളത്. അതായത് ഫസ്റ്റ് വൺ ഗ്ലൈക്കോളിസിസ്, സെക്കൻഡ് വൺ ക്രെബ്സ് സൈക്കിൾ ഓർ TCA സൈക്കിൾ, തേർഡ് വൺ HNP ഷണ്ട്, ഫോർത്ത് വൺ ഗ്ലൈക്കോജനസിസ്, ഫിഫ്ത്ത് വൺ ഗ്ലൈക്കോജെനോലൈസിസ് ആൻഡ് സിക്സ്ത് വൺ ഗ്ലൂക്കോനിയോജനസിസ്. അപ്പോൾ ഈ 6 പാത്വേസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ പറയാം. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് അല്ലെങ്കിൽ ലാക്റ്റേറ്റ് ആക്കുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ഓഫ് അസറ്റൈൽ CoA എൻസൈം ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് അല്ലെങ്കിൽ HNP ഷണ്ട് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷൻ്റെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് പാത്വേ, അതായത് മറ്റൊരു ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസിന് പകരമായിട്ട് വരുന്ന മറ്റൊരു ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ് ഈ HNP ഷണ്ട് എന്ന് പറയുന്നത്. ദെൻ ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കജൻ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്ലൈക്കോജനസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഗ്ലൈക്കോജെനോലൈസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഗ്ലൈക്കോജെനോലൈസിസ്. ലാസ്റ്റ് വൺ ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറഞ്ഞാൽ നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ്, അതായത് ലൈക്ക് അമിനോ ആസിഡ്സിൽ നിന്നും ഗ്ലൂക്കോസിനെ നമ്മൾ ഫോം ചെയ്ത് എടുക്കുന്നത്, അതായത് നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസിനെ നമ്മൾ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ 3 മെറ്റബോളിക് പാത്വേസും ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്, കാരണം എല്ലാം ഏകദേശം സിമിലർ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇനി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനകത്തെ സെൻട്രൽ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. മേജർ ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ ഇവിടെ റോൾ പ്ലേ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കീ റോൾ പ്ലേ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലെ സെൻട്രൽ മോളിക്യൂൾ എന്ന് നമ്മൾ ഗ്ലൂക്കോസിനെയാണ് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ മേജർ പാത്വേസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, അതായത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 സൈക്കിൾസും ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അബ്നോർമൽ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് മെറ്റബോളിക് ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു കാർബോഹൈഡ്രേറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ് മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കാത്തത് കാരണം ഉണ്ടാകാൻ പോകുന്ന ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ abnormal metabolism of carbohydrates refers to a situation where the body is unable to properly process or utilize carbohydrates in the diet. അതായത് നമ്മുടെ ബോഡിക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യാനോ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനോ പറ്റാത്ത ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അബ്നോർമൽ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. അതുകൊണ്ട് തന്നെ അവരുടെ മെറ്റബോളിസം എന്ന് പറയുന്നത് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനകത്ത് ഒത്തിരി എൻസൈംസും ഒത്തിരി മെറ്റബോളിക് പാത്വേസും ഇൻവോൾവ് ആകുന്നുണ്ട്. അബ്നോർമാലിറ്റീസ് ഇൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ക്യാൻ റിസൾട്ട് ഫ്രം ജനറ്റിക് ഫാക്ടേഴ്സ്, അക്വയർഡ് കണ്ടീഷൻസ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഇനി ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അബ്നോർമൽ മെറ്റബോളിസത്തിന് റീസൺസ് ജനറ്റിക് ഫാക്ടേഴ്സ് ആയിരിക്കാം, അക്വയർഡ് കണ്ടീഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് രണ്ടുമായിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് കാണാം. അതിനു മുന്നേ നമുക്ക് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്ന് നോക്കാം. നമ്മുടെ ബ്ലഡിലുള്ള നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്ന് കാണാം. ഫസ്റ്റ് വൺ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. It should be between 70 and 100 mg/dL. അതായത് നോർമൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 70ക്കും 100 mg/dL ഇടയ്ക്കായിരിക്കണം. അപ്പോൾ 70 to 100 mg/dL ആണ് നോർമലായിട്ടുള്ള ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. സെക്കൻഡ് വൺ റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറഞ്ഞാൽ എപ്പോഴായാലും, അതായത് റാൻഡം ടൈം ഓഫ് ദ ഡേ, എപ്പോഴെങ്കിലും മേ ബി ഫുഡ് കഴിച്ചതിന് ശേഷമായിരിക്കാം. അപ്പോൾ എന്ത് ടൈമിലും ഏതെങ്കിലും റാൻഡമായ ഒരു ടൈമിൽ നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെവൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 140 mg/dL. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ നോർമൽ എത്രയാണെന്ന് ചോദിച്ചാൽ 70 to 100 mg/dL. റാൻഡം, അതായത് ഫുഡിന് ശേഷമുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൻ്റെ നോർമൽ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 140 mg/dL. ഇനിയും ഈ ലെവൽസ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഗ്ലൈസീമിയാണ്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻക്രീസ്ഡ് ആണ്. അപ്പോൾ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്, അതായത് ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ അല്ലെങ്കിൽ ബ്ലഡിൽ ഷുഗർ ലെവൽ. അപ്പോൾ ഈമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡാണെന്ന് അറിയാം. അപ്പോൾ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ ലെവൽ എബവ് നോർമലിനെ കാട്ടിലും അധികമായിട്ടുള്ള ബ്ലഡ് ഷുഗർ ലെവലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുക. അപ്പോൾ ഇതെപ്പോഴാണ് കാണാറുള്ളത്, ഡയബറ്റിസ് മെലൈറ്റസ്, അതായത് ഷുഗർ പേഷ്യൻസിലാണ് ഷുഗറാണ് ഈ ഒരു കണ്ടീഷനായിട്ട് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിസീസ് ഓഫ് ഇൻസുലിൻ ഡെഫിഷ്യൻസി. അപ്പോൾ
നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് ഇൻസുലിൻ ഇല്ലാത്ത ഒരു കണ്ടീഷനിലാണ് ഈ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന മെറ്റബോളിക് ഡിസോർഡർ ഉണ്ടാകുന്നത്. അപ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ ലെവൽ എബവ് നോർമൽ, അതിനെയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിസീസ് ഓഫ് ഇൻസുലിൻ ഡെഫിഷ്യൻസി. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഡയബറ്റിസ് മെലൈറ്റസ്. അടുത്ത ഡിസീസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഡിക്രീസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ ബിലോ നോർമൽ. അപ്പോൾ ഇത്രയുള്ള അതിൻ്റെ ഡെഫിനിഷൻ. ഇനി ഇറ്റ് ഒക്കേഴ്സ് മോസ്റ്റ് കോമൺലി വിത്ത് എൻ ഓവർ ഡോസ് ഓഫ് ഇൻസുലിൻ, അതായത് ഇൻസുലിൻ കൂടിയത് കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ഹൈപ്പർഗ്ലൈസീമിയയുടെയും ഹൈപ്പോഗ്ലൈസീമിയയുടെയും രണ്ട് ഡിഫറൻസസ് ഇതിനകത്തുണ്ട്. ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എബവ് നോർമലും, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമലും. ഇനി ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി കാരണം വരുന്നതും, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ ഓവർഡോസ് കാരണം വരുന്നതുമാണ്. നെക്സ്റ്റ് വൺ ഗ്ലൈക്കോസ്യൂറിയ. അപ്പോൾ ഇറ്റ് ഈസ് the excretion of detectable amount of sugar in urine is called as glycosuria. അതായത് യൂറിനിൽ ഒരു ഡിറ്റക്റ്റബിൾ എമൗണ്ട് ഓഫ് ഷുഗറിൻ്റെ പ്രസൻസ് നമ്മൾ കാണുകയാണ്. അതായത് യൂറിനകത്ത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ പ്രസൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഗ്ലൈക്കോസ്യൂരിയ. സിമ്പിൾ ടേംസിൽ പറയണമെങ്കിൽ ഗ്ലൂക്കോസ് ഇൻ യൂറിയ അല്ലെങ്കിൽ ഷുഗർ ഇൻ യൂറിയയാണ് നമ്മൾ ഗ്ലൈക്കോസ്യൂരിയ എന്ന് പറയുന്നത്. നോർമൽ യൂറിൻ ഡസ് നോട്ട് കണ്ടെയ്ൻ ഷുഗർ. അപ്പോൾ നമുക്കറിയാം നോർമൽ യൂറിൻ്റെ കണ്ടന്റിനകത്ത് ഷുഗർ ഒരിക്കലും വരുന്നില്ല. അപ്പോൾ ഗ്ലൈക്കോസ്യൂരിയ ഒക്കേഴ്സ് ഇൻ ഡയബറ്റിസ് മെലൈറ്റസ് കണ്ടീഷനിലാണ് നമ്മൾ ഗ്ലൈക്കോസ്യൂരിയ എന്ന് പറയുന്ന ഈ ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, അതായത് സൈൻ ആൻഡ് സിംപ്റ്റം കാണുന്നത്. അപ്പോൾ ഡയബറ്റിസ് മെലൈറ്റസ്, അതായത് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിൽ നമ്മൾ ഗ്ലൈക്കോസ്യൂരിയ കാണുന്നുണ്ട്. ഗ്ലൈക്കോസ്യൂരിയ എന്ന് പറഞ്ഞാൽ യൂറിൻ്റെ കണ്ടന്റ്സിനകത്ത് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉള്ള കണ്ടീഷനാണ് ഗ്ലൈക്കോസ്യൂരിയ. അടുത്ത മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് മെലൈറ്റസ് ആണ്. ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറഞ്ഞാൽ അത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ കുറവ് കാരണം ഉണ്ടാകുന്ന ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിക് ഡിസോർഡറാണ് ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറയുന്നത്. ഇനി ഇൻസുലിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ കുറവായതുകൊണ്ട് തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നു, അതായത് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകുന്നു. ഓൾസോ ദർ ഇസ് ഇൻക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. അതായത് യൂറിനിൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഗ്ലൈക്കോസ്യൂറിയ ഉണ്ടാകുന്നു. ഇത് രണ്ടും എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഇനി ഡയബറ്റിസ് മെലൈറ്റസിൻ്റെ രണ്ട് മെയിൻ ആയിട്ടുള്ള സൈൻ ആൻഡ് സിംപ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈപ്പർ ഗ്ലൈസീമിയ, അതായത് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡും, മറ്റൊന്ന് ഗ്ലൈക്കോസ്യൂരിയ, അതായത് യൂറിനകത്ത് ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടാവുകയും. ഇതാണ് ഡയബറ്റിസ് മെലൈറ്റസ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയബറ്റിസ് മെലൈറ്റസ് ആണ്. മേജർലി നമ്മൾ ഡയബറ്റിസ് മെലൈറ്റസ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലൈറ്റസ് IDDM ആൻഡ് രണ്ട് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലൈറ്റസ്, അതായത് NIDDM. അപ്പോൾ these are the two types of diabetes mellitus. ഇനി നമുക്ക് ഇവ എന്തൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് വൺ IDDM, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലൈറ്റസ്, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്, അതാണ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലൈറ്റസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് എ ഡിസീസ് ദാറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓൾമോസ്റ്റ് ടോട്ടൽ ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. അതായത് ഇൻസുലിൻ്റെ പ്രസൻസേ ഇല്ല, ടോട്ടൽ ഡെഫിഷ്യൻസി, അതായത് ഇൻസുലിൻ തീരെയില്ല ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ്. അപ്പോൾ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലൈറ്റസ് അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ കണ്ടന്റ് എന്ന് പറയുന്നത് തീരെയില്ല, ദർ ഇസ് ടോട്ടൽ ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. കാരണം എന്താണ്? നമ്മുടെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസിൻ്റെ ഡിസ്ട്രക്ഷൻ, അതായത് ദേ ഹാവ് ബി ഡിസ്ട്രക്റ്റഡ്, അവർ നശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡിസ്ട്രക്ഷൻ കാരണം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ തീരെ ഇൻസുലിൻ ഇല്ല. അപ്പോൾ അതാണ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലൈറ്റസ് ഓർ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലൈറ്റസ്. ഇൻസുലിൻ അവിടെ ഇല്ല, അതുകൊണ്ടാണ് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് എന്ന് അതിന് പേര് വന്നിരിക്കുന്നത്. നൗ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലൈറ്റസ് അല്ലെങ്കിൽ ടൈപ്പ് 2 diabetes mellitus. This is also due to increase in insulin receptors on the insulin responsive target cells. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി ആണ് നമ്മൾ പറയുന്നില്ല. ഇവിടെ ഒരു ഡിക്രീസ്, ഒരു ചെറിയ കുറവ്, അതായത് ഇൻസുലിൻ്റെ നോർമൽ ലെവലിനെ കാട്ടിലും ഒരു ചെറിയ കുറവാണ് നമ്മളിവിടെ കാണുന്നത്. ദർ ഇസ് ഡിക്രീസ് ഇൻ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഓൺ ദ ഇൻസുലിൻ റെസ്പോൺസീവ് അല്ലെങ്കിൽ ഇൻസുലിൻ ടാർഗറ്റ് സെൽസ്. The patients of
നോൺ ഇൻസുലിൻ ഡിപെൻഡൻറ്റ് ഡയബറ്റീസ് മെലൈറ്റസ് മേ ഹാവ് either നോർമൽ ഓർ ഈവൻ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഇൻസുലിൻ ലെവൽസ്. അതായത് ഇതിനകത്ത് ഇനി വേറൊരു കാര്യം പറയുമ്പോൾ ഡിക്രീസ്ഡ് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് തന്നെ ആവണമെന്നില്ല. ചില സമയത്ത് നോർമൽ ആയിരിക്കും ഇൻസുലിൻ്റെ ലെവൽ, ചില സമയത്ത് ഇൻക്രീസ്ഡ് ആയിരിക്കും. ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് overeating causes increased insulin production but decreased synthesis of insulin receptors. അതായത് എന്ത് പറയുക, ഓവർ ഈറ്റിംഗ് ആണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മെലൈറ്റസിന് കോസ് എന്നാണ് ഇവിടെ പറഞ്ഞ് വരുന്നത്. അപ്പോൾ കോസ് എന്താണ്? ഓവർ ഈറ്റിംഗ്. അപ്പോൾ ഓവർ ഈറ്റിംഗ് കാരണം നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുന്നു, ശരീരത്തിൽ ഇൻസുലിൻ്റെ ലെവലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. പക്ഷേ സിന്തസിസ് ഓഫ് ഇൻസുലിൻ റിസപ്റ്റേഴ്സിൻ്റെ സിന്തസിസ് കുറയുന്നു. അതായത് ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുമ്പോൾ പക്ഷേ സിന്തസിസ് ഓഫ് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് കുറയുന്നു. അപ്പോൾ ഇതാണ് 2 ടൈപ്സ് ഓഫ് ഡയബറ്റീസ് മെലൈറ്റസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ 2 ടൈപ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇനി ഡയബറ്റീസ് മെലൈറ്റസിൻ്റെ സിംറ്റംസ് ആണ് നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പോളിയൂറിയ, അതായത് എക്സസീവ് ആയിട്ടുള്ള യൂറിനേഷൻ. സെക്കൻഡ് വൺ പോളിഡിപ്സിയ, അതായത് എക്സസീവ് ആയിട്ടുള്ള തേഴ്സ്റ്റ്, ഒത്തിരി ദാഹം എടുക്കുന്നത്. തേർഡ് വൺ പോളിഫേജിയ, അതായത് എക്സസീവ് ആയിട്ടുള്ള ഹങ്കർ, വളരെയധികം വിശപ്പ് തോന്നുന്നത്. നെക്സ്റ്റ് വെയിറ്റ് ലോസ്, അതായത് അബ്നോർമൽ ആയിട്ടുള്ള വെയിറ്റ് ലോസ്. ദെൻ ഫറ്റീഗ്, അതായത് ക്ഷീണം. ദെൻ ബ്ലർഡ് വിഷൻ, അതായത് പ്രോപ്പറായിട്ട് നമുക്ക് വിഷൻ കാണാനായിട്ട് സാധിക്കുകയില്ല. ദെൻ സ്ലോ വൂണ്ട് ഹീലിംഗ്, ഇത് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. ഡയബറ്റിക് പേഷ്യൻസിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സൈൻ ആൻഡ് സിംപ്റ്റമാണ്. അതായത് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞെങ്കിൽ അത് ഹീൽ ആവാനായിട്ട് വളരെ ഡിലേ ആകും, വളരെ ലേറ്റ് ആകും. അതാണ് സ്ലോ വൂണ്ട് ഹീലിംഗ്. അപ്പോൾ ഇതാണ് സിംപ്റ്റംസ് ഓഫ് ഡയബറ്റീസ് മെലൈറ്റസ്. നെക്സ്റ്റ് വൺ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റീസ് മെലൈറ്റസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഡയബറ്റീസ് മെലൈറ്റസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ കുറച്ചധികം നാളത്തേക്ക് ട്രീറ്റ് ചെയ്യാതെ വിടുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അതൊക്കെ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ടൈപ്സ് ഓഫ് കോംപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഒന്ന് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസും മറ്റൊന്ന് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്. മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ കാർഡിയോവാസ്കുലർ ഡിസീസസ് അതായത് ഹാർട്ട് ഡിസീസസ് ലൈക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എക്സെട്ര. ഇനി മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ റെറ്റിനോപ്പത്തി, അതായത് നമ്മുടെ റെറ്റീന, ഐസിലുള്ള റെറ്റീനയിലെ ബ്ലഡ് വെസൽസിലുള്ള ഡാമേജ്, അത് കാരണം നമുക്ക് വിഷൻ പ്രോബ്ലംസ്, കാഴ്ച ശരിക്കും കാണുകയില്ല. നെക്സ്റ്റ് വൺ നെഫ്രോപ്പത്തി, അതായത് കിഡ്നി ഡാമേജ്. നെക്സ്റ്റ് വൺ ന്യൂറോപ്പത്തി, അതായത് നെർവ് ഡാമേജ്. ആൻഡ് ഇനി ഇതുകൂടാതെ അതർ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സ്കിൻ കണ്ടീഷൻസിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നത്, അതായത് സ്കിൻ അബ്നോർമലായിട്ട് ഉണ്ടാകുന്നത്, ഡെന്റൽ പ്രോബ്ലംസ്, ഇനി ഇൻഫെക്ഷൻസിൻ്റെ റിസ്ക് വളരെയധികം ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതർ കോംപ്ലിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. മേജർ ആയിട്ട് 2 ടൈപ്സ് ഓഫ് കോംപ്ലിക്കേഷൻസ് ആണ്, മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസും മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസും. ഇനി ഡയബറ്റീസ് മെലൈറ്റസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഇപ്പോൾ ഡയബറ്റീസ് മെലൈറ്റസിന്റെ മാനേജ്മെന്റ് ആണ് അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ലൈക്ക് ഡയറ്റ്, പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ് ഡയറ്റ് ഡയബറ്റിക് പേഷ്യൻസിനോട് കഴിക്കാനായിട്ട് പറയാം. ലൈക്ക് കാർബോഹൈഡ്രേറ്റ് കുറച്ചുള്ള, അതായത് കൺട്രോൾഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക്, കാർബോഹൈഡ്രേറ്റ്സിന്റെ ലെവൽ കുറവുള്ള ഫുഡ് കഴിക്കാനായിട്ട് അഡ്വൈസ് ചെയ്യാം. ദെൻ റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നു. ദെൻ വെയിറ്റ് മാനേജ്മെന്റ്, വെയിറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. സോ ദീസ് ആർ ദ 3 ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്: ഡയറ്റ്, എക്സസൈസ് ആൻഡ് വെയിറ്റ് മാനേജ്മെന്റ്. അടുത്ത മെഡിക്കേഷൻസ്. ഇൻസുലിൻ മെഡിക്കേഷനാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇൻസുലിൻ കൊടുക്കേണ്ടത്. കാരണം അത് ഇൻസുലിൻ ഡെഫിഷ്യൻസി, അതായത് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡയബറ്റ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസുലിൻ എന്ന് പറയുന്ന മെഡിക്കേഷൻ സ്കിപ്പ് ചെയ്യാതെ കൊടുക്കണം. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റിസ് മെലൈറ്റസ് ഉള്ള പേഷ്യൻസിന് ഇൻസുലിൻ എന്ന് പറയുന്ന മെഡിക്കേഷൻ അത്ര കമ്പൽസറി അല്ല. കാരണം എന്താണ്? അവർ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡയബറ്റിക് മെലൈറ്റസ് ആണ്. സോ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവർക്ക് ഇൻസുലിൻ പ്രൊവൈഡ് ചെയ്യണം. ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് അല്ലാത്തവർക്ക് ഇൻസുലിൻ പ്രൊവൈഡൻസി കമ്പൽസറി അല്ല. അടുത്ത ഓറൽ മെഡിക്കേഷൻസ്. ഇനി ബ്ലഡ് ഷുഗർ ലെവൽസ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓറൽ മെഡിക്കേഷൻസ് ലൈക്ക് സർട്ടൻ ഡ്രഗ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടേഴ്സ് നമ്മൾ കൊടുക്കണം. അടുത്ത മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മോണിറ്ററിങ്, അതായത് റെഗുലറായിട്ട് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ റിസ്ക് അധികം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഡിസീസ് കണ്ടീഷനെ കുറിച്ച് നമ്മൾ പേഷ്യൻസിന് എക്സ്പ്ലെയിൻ ചെയ്യുക, മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അവരെ എടുക്കേണ്ട ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ അവർ സ്വയം സ്വീകരിക്കേണ്ട
സ്വീകരിക്കേണ്ട മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് അവർക്ക് അഡ്വൈസ് ചെയ്യുക. ദെൻ റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ്സിന് ഹോസ്പിറ്റലിൽ വരാനായിട്ടും കോംപ്ലിക്കേഷൻസ് മോണിറ്റർ ചെയ്യാനായിട്ടും ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് അവർക്ക് വേണ്ട വിധം, അതായത് ലൈക്ക് ഡയറ്റൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്ന് അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ട് പോകാനായിട്ടും വരാനായിട്ട് പേഷ്യൻസിന് അഡ്വൈസ് ചെയ്യുന്നത്. ദെൻ ബ്ലഡ് പ്രഷർ ആൻഡ് കൊളസ്ട്രോൾ കൺട്രോൾ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മോണിറ്റർ ചെയ്യുന്നത് എത്രമാത്രം ആവശ്യമാണ്, അതുപോലെ തന്നെ ബിപിയും കൊളസ്ട്രോളും നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബിപിയും കൊളസ്ട്രോൾ ലെവലും നോർമൽ ആണെങ്കിൽ കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് വരാനായിട്ട് ചാൻസസ് അധികമാണ്. ദെൻ ഫുഡ് കെയർ, ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡയബറ്റിക് പേഷ്യൻസിലെ ഒരു മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു സൈലന്റ് സിംറ്റമാണ് സ്ലോ ആയിട്ടുള്ള വൂണ്ട് ഹീലിംഗ്. അതായത് മുറിവുകൾ വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ആവാനായിട്ട് ഒത്തിരി ഡിലേ ആവുന്നു. അപ്പം അത് കാരണം ഡിലേ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, സെപ്സിസ് അതായത് ഇൻഫെക്ഷൻ്റെ റിസ്കുകൾ കൂടുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലും ഇൻഫെക്ഷൻസ് വരാറുള്ളത് അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാവാറുള്ളത് നമ്മുടെ ലോവർ ലിംസ്, അതുകൊണ്ട് കാലിലാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് കെയർ കമ്പൽസറി ആയിട്ട് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ അഡ്വൈസ് ചെയ്യണം. റെഗുലർ ആയിട്ടുള്ള ഫുഡ് ഇൻസ്പെക്ഷൻസ് ആൻഡ് കെയർ ടു പ്രിവെന്റ് കോംപ്ലിക്കേഷൻസ് റിലേറ്റഡ് ടു ന്യൂറോപ്പത്തി, നെർവ് ഡാമേജ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി മൈനർ കോംപ്ലിക്കേഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കെയർ ശ്രദ്ധിക്കാനായിട്ട് പറയണം. ദെൻ ഐ എക്സാം, വിഷൻ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷനും കൂടെയാണ് ഈ ഡയബറ്റിക് മെലൈറ്റസ്. അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ട് ഐ എക്സാമിനേഷൻസ് വരാനായിട്ട് പേഷ്യൻറ്റിനോട് പറയണം. ദെൻ ലാസ്റ്റ് സ്ട്രെസ് മാനേജ്മെൻറ്റ്, സ്ട്രെസ് കൺട്രോൾഡ് ആയിട്ട് വെക്കാനായിട്ട് അഡ്വൈസ് ചെയ്യുക. ഒത്തിരി ടെൻഷൻ ആകാതെ ഒത്തിരി ഡിപ്രസ്ഡ് ആവാതിരിക്കാനായിട്ട് പേഷ്യൻറ്റിനോട് പറയുക. കാരണം സ്ട്രെസ് എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ ലെവൽ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ്. സോ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡയബറ്റിക് മെലൈറ്റസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ താഴെ വരുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, ഡയബറ്റിക് മെലൈറ്റസ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്. സോ ഡയബറ്റിക് മെലൈറ്റസ് എന്ന് പറയുന്ന ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാതെ കമ്പൽസറി ആയിട്ട് ഫുള്ളായിട്ട് പഠിക്കുക. കാരണം ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിനെ പലതവണയും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഡയബറ്റിക് മെലൈറ്റസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡൈജഷനും അബ്സോർപ്ഷനും മെറ്റബോളിസം കാർബോഹൈഡ്രേറ്റ്സിന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഡയബറ്റിസ് മെലൈറ്റസ്, അതിൻ്റെ ടൈപ്സ്, സിംറ്റംസ്, കോംപ്ലിക്കേഷൻസും മാനേജ്മെൻറ്റും, അതുകൂടാതെ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിക് ഡിസോർഡേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. അടുത്ത പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.